നമസ്കാരം. ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വ്രതാനുഷ്ഠാനത്തിന്റെ കാലമാണ് വരാനിരിക്കുന്നത്. ഒരു നോമ്പുകാലം. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഈ വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ കാത്തിരിക്കുന്നത്. വ്രതമെടുക്കുമ്പോൾ രോഗികളായ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന വിഷയമാണ് ഇന്ന് ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് കൽപ്പറ്റ ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനും ഡയബറ്റീഷ്യനുമായ ഡോക്ടർ അബൂബക്കർ സീഷാൻ. ഡോക്ടർ നമസ്കാരം. ഡോക്ടറിലേക്ക് സ്വാഗതം. വലിയൊരു വ്രതാനുഷ്ഠാനത്തിന്റെ കാലമാണ് വരാനിരിക്കുന്നത്. സാറും അതിനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, ഈ വ്രതം രോഗികൾക്ക് വ്രതം എടുക്കാൻ പറ്റുമോ, ഈ വ്രതം എടുക്കുന്നതിന് മുൻപ് ഈ രോഗികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ശരിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? രോഗികൾ വ്രതം എടുക്കുക എന്ന് പറഞ്ഞത് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, രോഗിക്ക് ശരിക്കും വ്രതമെടുക്കാൻ മാനസികമായിട്ട് അവർ തയ്യാറാണോ, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ, അവർക്ക് ആത്മവിശ്വാസമുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അവരെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ശരിക്കും ഒരു ഡോക്ടറെ കണ്ട് നിർദ്ദേശങ്ങൾ തേടുകയല്ലേ ആദ്യം വേണ്ടത്? അതെ. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഉണ്ട്, അവർക്ക് നോമ്പെടുക്കാൻ ഭയങ്കര ഭയമാണ്. അവർക്ക് നോമ്പെടുക്കാൻ പറ്റുമല്ലോ എന്ന് അവർക്ക് അറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരും രണ്ടുപേരും സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാതെ രോഗികളാണെങ്കിൽ, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കുന്ന അവരുടെ ഡോക്ടറെ ചെന്ന് കണ്ട് ആരായി, എന്താണ് എൻ്റെ അവസ്ഥ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്, ഞാൻ ഇത്ര ദിവസം നോമ്പെടുക്കും, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നോമ്പിൻ്റെ രീതി, രാവിലെ ഇത്ര മണി മുതൽ വൈകുന്നേരം വരെ വെള്ളം പോലും ജലപാനം ഉണ്ടാവില്ല, അപ്പോൾ ഇതിൽ എൻ്റെ ബോഡി ഇതിന് ഫിറ്റാണോ അല്ലയോ എന്ന് ഒരു തറോ അസസ്മെൻറ്റ് നടത്തിയിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ നോമ്പെടുക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ധാരണ ഉണ്ടാവും നമ്മൾ നോമ്പെടുക്കാൻ എത്രത്തോളം നമ്മുടെ ബോഡി ഫിറ്റ് ആണെന്ന്. അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പം നോമ്പെടുത്തു, അപ്പം തീവ്രമായ നോമ്പ്, വളരെ തീവ്രമാണ് റംസാൻ നോമ്പ് എന്ന് പറയുമ്പോൾ. അപ്പം ചിലർക്ക് ചെറിയൊരു തലകറക്കം ഉണ്ടാവും, ശരീരം വല്ലാതെ വിയർക്കുന്നു, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ഈ നോമ്പ് തുടരുകയാണോ വേണ്ടത്? ചെറിയ തലകറക്കോ ചെറിയ ബുദ്ധിമുട്ടുകളോ വിയർപ്പോ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ പിന്നെ വലിയ രോഗങ്ങളൊന്നുമില്ല, ചെറിയതായിട്ടുള്ള ഷുഗറോ പ്രഷറോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് റെസ്റ്റ് എടുത്ത് നോക്കാം. പക്ഷേ കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണ്, അസാധാരണമായ രീതിയിൽ ക്ഷീണം തോന്നുകയാണെങ്കിൽ, വിയർക്കുകയാണെങ്കിൽ, ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോയതായിരിക്കാം. BP ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ BP കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോമ്പ് മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് നമ്മൾ പിന്നെ തുടരാൻ പാടുള്ളതല്ല. പലതരത്തിലുള്ള ആരോഗ്യാവസ്ഥയിൽ ഉള്ളവരുണ്ട്. അപ്പം ഈ ആർക്കൊക്കെ നോമ്പ് എടുക്കാം, അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പം നോമ്പ് എടുക്കണോ വേണ്ടയോ എന്ന് ഡോക്ടർമാർ തീരുമാനിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരുടെ ഒരു സംഘടന ഉണ്ട്, ബ്രിട്ടീഷ് ഇസ്ലാമിക് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബീമ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. ഈ അസോസിയേഷൻ നമുക്ക് ഒരു ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്, റംസാൻ കമ്പൻഡിയം. ഇത് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സും നഴ്സസും കൂടിയിട്ടും പിന്നെ ഇസ്ലാമിക് സ്കോളേഴ്സും പണ്ഡിതന്മാരും കൂടിയിരുന്ന് കേസുകൾ, ഓരോ കേസിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് തയ്യാറാക്കിയ ഒരു റഫ് ഗൈഡ് ലൈനാണ്. ഈ ഗൈഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു രോഗിയുടെ അവസ്ഥ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം രോഗി റിസ്ക് ആണ് അല്ലെങ്കിൽ റിസ്ക് കുറവാണ്. അപ്പോൾ ഇതിനെ മൂന്നായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഒന്ന് ലോ റിസ്ക്, ലോ ടു മോഡറേറ്റ് റിസ്ക്, പിന്നെ ഒന്ന് ഹൈ റിസ്ക്, പിന്നെ ഒന്ന് വെരി ഹൈ റിസ്ക്. വെരി ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും നോമ്പെടുക്കാനേ പാടില്ല. അപ്പോൾ വെരി ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഒരു അറ്റാക്ക് കഴിഞ്ഞു, ഇല്ലെങ്കിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഈയിടെ വലിയൊരു ന്യൂമോണിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ടേ ഉള്ളൂ. പിന്നെ പിൽ ബേർഡ്, കുറേ അധികം മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണ്, ഹൈ ഡോസസിൽ ഇൻസുലിൻ എടുക്കുന്നു, മൾട്ടിപ്പിൾ രോഗങ്ങൾ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും കിഡ്നി പ്രോബ്ലം, ഇതെല്ലാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണ്. കുറച്ചുകൂടി എൽഡർലി ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോയാൽ അറിയാൻ സാധിക്കാത്ത ഹൈപ്പോഗ്ലൈസീമിയ അൺഅവെയർനെസ് എന്ന് പറഞ്ഞ സാഹചര്യം, അങ്ങനെയുള്ള മുമ്പ് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായും നോമ്പ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ്
നല്ലത്. പിന്നെ ഒരു ഹൈ റിസ്ക് കാറ്റഗറി ഉണ്ട്. അവർ കിഡ്നി ഫെയിലിയറിലാണ്, പക്ഷേ ഡയാലിസിസിൽ എത്തിയിട്ടില്ല. അവരുടെ കിഡ്നി ഫങ്ഷൻ EGFR ഒരു 60 to 90 ഉണ്ട്, ഇല്ലെ ഗ്രേഡ് 1 to 2 കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉള്ളൂ, ഫെയിലിയറിൽ അത്ര സിവിയർ ആയിട്ടില്ല. അങ്ങനെയാണ് അവരെ നെഫ്രോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് നോമ്പെടുക്കാൻ പറ്റും. രണ്ടാമത്തേത് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിരിക്കണു, പക്ഷേ ഗുളിക കഴിക്കുന്നുണ്ട്, അത്യാവശ്യം ഹൈ ഡോസസിലുള്ള ഗുളികകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അവർ കാർഡിയോളജിസ്റ്റിൻ്റെ ഗൈഡൻസിൽ എടുത്ത് നോക്കുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ അവർ നോമ്പെടുക്കൽ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. മൂന്നാമത്തെ കാറ്റഗറി ഏറ്റവും ലോ റിസ്ക് കാറ്റഗറിയാണ്. അതായത് അവർക്ക് ഹാർട്ട് അറ്റാക്ക് പണ്ട് ഉണ്ടായിരുന്നു, അവർ അതിന് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞു, ഇപ്പോൾ ഉച്ചയ്ക്ക് ആകെ ഒരു എക്കോസ്പ്രിൻ ഗുളിക കഴിക്കുന്നുണ്ട്, രാവിലെ ഒരു ഗ്യാസിൻ്റെ ഗുളികയും കഴിക്കുന്നുണ്ട്, 1-2 ഗുളിക മാത്രം. അവർക്ക് വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. അവർക്ക് ധൈര്യമായിട്ട് നോമ്പെടുക്കാം. ആ ഉച്ചക്കത്തെ ഗുളിക നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു ശ്വാസമുട്ടുള്ള ആളാണ്, COPD, ക്രോണിക് സ്മോക്കർ ആയിരുന്നു, ശ്വാസമുട്ട് വന്നു, ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അയാൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് ഇല്ല 1 കൊല്ലമായിട്ട് ശ്വാസമുട്ട് കൂടുകയോ അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആൾ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ സുഖമായി ചെയ്യുന്നുണ്ട്. അയാൾ രാവിലെ ഇൻഹേലർ അടിക്കുന്നു, രാത്രി ഇൻഹേലർ അടിക്കുന്നു. അപ്പോൾ അയാൾക്കും നോമ്പെടുക്കുന്നതിന് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ഷുഗറിൻ്റെ കാര്യത്തിലായാലും. ഷുഗറുള്ള ആൾക്കാർ 2 ഗുളിക കഴിക്കുന്നുള്ളൂ, അവർക്ക് ഇല്ല 1 നേരം ഇൻസുലിൻ വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഇൻസുലിൻ നോമ്പ് തുറക്കുമ്പോൾ എടുക്കാം. ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നവർ ഗുളികയുടെ ഡോസ് ഡോക്ടറെ കാണിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം, ഏത് ഡോസ് എങ്ങനെ വേണമെന്നുള്ളത്, എത്രത്തോളം ഡോസ്. കാരണം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ ഷുഗർ കുറഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻസുലിൻ്റെ ഡോസ്, ഷുഗറിൻ്റെ ടാബ്ലറ്റിൻ്റെ ഡോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ബി പി നോർമലായിട്ട് BPയുടെ ഗുളിക കഴിച്ച് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ആ ഗുളിക കണ്ടിന്യൂ ചെയ്ത് വേണേൽ ഡോക്ടറെ കാണിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ മുമ്പ് സുഹൂറിൻ്റെ സമയത്ത് ആക്കാം. അത് നിങ്ങളുടെ ഡോക്ടറായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് 2 പേരും കൂടി ഗൈഡൻസ് എടുത്തിട്ട് പറഞ്ഞു തരും സാറ്, അത് പ്രകാരം ചെയ്യാം. പിന്നെ പ്രഗ്നൻസിയിൽ ഉള്ള സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നോമ്പെടുക്കണ്ട എന്നൊന്നുമില്ല. പ്രഗ്നൻ്റ് ആയിട്ട് ആദ്യത്തെ 3 മാസത്തിൽ നോമ്പെടുക്കാതിരിക്കുന്നതല്ല. കാരണം അവർക്ക് ഓൾറെഡി കുറേ ഛർദി ഉണ്ടാവും, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അവർ നല്ല ഹെൽത്തിയാണ്, നല്ല കോൺഫിഡൻ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ നോമ്പെടുക്കാവുന്നതാണ്. എന്നിരുന്നാലും അപ്പോൾ അവർക്ക് ക്ഷീണം അടിക്കടി തോന്നുകയാണെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അതൊക്കെ ഒരു ലോ റിസ്ക് കാറ്റഗറിയാണ്. പക്ഷേ ഇതേ പ്രഗ്നൻ്റ് ലേഡിക്ക് ശ്വാസമുട്ടും കൂടി ഉള്ള സ്ത്രീയാണ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഷുഗർ ഉണ്ട്, ഡയബറ്റീസ് ഉള്ള ഒരു സ്ത്രീയാണ്, അങ്ങനെയാണെങ്കിൽ അവർ ഹൈ റിസ്ക് കാറ്റഗറിയിലോട്ട് വരും. അപ്പോൾ നോമ്പ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം, കുറച്ച് റിസ്ക്കിയാണ്, നോമ്പ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇസ്ലാമിൽ ഈ നോമ്പിന് കുറേ ഇളവുകളൊക്കെ തന്നിട്ടുണ്ട്. ഖുറാനിൽ തന്നെ സൂറ ബക്രയിൽ ആയത്ത് നമ്പർ 184, 185 അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളിൽ രോഗമുള്ളവർ നോമ്പെടുക്കേണ്ടതില്ല, യാത്രക്കാരായവർ നോമ്പെടുക്കേണ്ടതില്ല. ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഡീറ്റെയിൽ ആയിട്ട് അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ വയ്യെങ്കിൽ നോമ്പെടുക്കണമെന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോൺഫിഡൻസ്, നോമ്പെടുക്കാൻ പോകുന്ന ആളുടെ കോൺഫിഡൻസും അയാൾക്കുള്ള ധൈര്യം അനുസരിച്ചിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അൾട്ടിമേറ്റ്ലി അയാളുടെ രോഗത്തിന്റെ അവസ്ഥ അയാൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ചില മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും മെഡിക്കൽ പ്രൊസീജിയറുകളും ഒക്കെ ഉള്ള സമയത്ത് ഈ നോമ്പെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ആണെങ്കിൽ നോമ്പ് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലോക്കൽ അനസ്തീഷ്യയിൽ ചെറിയൊരു സ്റ്റിച്ച് ഇടുന്നു, ചെറിയൊരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം ഗ്ലൂക്കോസോ ഫ്ലൂയിഡ്സോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നോമ്പ് മുറിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മേജർ പ്രൊസീജിയറാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് തീർച്ചയായും എടുക്കാൻ പാടില്ല. ഓക്കെ. അതുപോലെ ഈ രോഗാവസ്ഥയിലുള്ളപ്പോൾ അതിന്റെ ഒരു റിസ്ക് എന്തൊക്കെയാ രോഗമുള്ള ആളുകൾ നോമ്പെടുക്കുമ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രോഗത്തിനും ഓരോ രീതിയിലാണ് നമ്മൾ അതിനെ റിസ്ക് ആയിട്ട് കാണുക. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ അവരുടെ 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് ഹൈ ആണ്. ഓൾറെഡി HbA1c 9 മേലെയാണ്, 8 മേലെയാണ്. അവർക്ക് അടിക്കടി ഷുഗർ കുറഞ്ഞു പോകാൻ പ്രവണതയുള്ള ആളുകളാണ്. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറയാറുണ്ട്.
മാത്രമല്ല ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോയാൽ ഈ രോഗി അറിയാറ് പോലുമില്ല. മാത്രമല്ല ഇവർക്ക് ഇടയ്ക്കിടെ ഇൻഫെക്ഷൻസ്, മൂത്രപ്പഴുപ്പ്, യൂറിനറി ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ശ്വാസമുട്ടുള്ള ആളുകൾ, ശ്വാസമുട്ട് വന്നു പെട്ടെന്ന് ഇൻഹേലർ എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഗുളിക കഴിക്കേണ്ടി വരുന്നു, ശ്വാസമുട്ട് പെട്ടെന്ന് വരുന്ന ആൾക്കാർ, ഈ ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർ. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് വെള്ളം കുടിക്കാണ്ടിരുന്നാൽ ഡീഹൈഡ്രേഷൻ വന്നാലും പ്രശ്നമുണ്ട്. നോമ്പ് തുറക്കണ സമയത്ത് അവർ കുറേ വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് ഫ്ലൂയിഡ് ഓവർലോഡ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റീസെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആളുകൾ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണിയായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്ക് ഇവരുടെ ബോഡി കണ്ടീഷൻ റിസ്കി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല. പിന്നെ നോമ്പ് എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വേറെ ടെമ്പററി ആയിട്ട് ജസ്റ്റ് ഒരു വൈറൽ ഫീവർ വന്നു, ഇല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് വന്നു, വയറ്റിളക്കോ ഛർദിയൊക്കെ വന്നു, അവർ 2-3 ദിവസം നോമ്പ് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ നോമ്പ് നോറ്റി വീട്ടിയാൽ മതി. പക്ഷെ നമ്മൾ കൂടുതൽ ഈ ചർച്ചയിൽ ഡിസ്കഷനിലുള്ള പേഷ്യൻസിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും അവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. വർഷങ്ങളായിട്ട് അവർ ചികിത്സയിലാണ്, ഇൻസുലിനിലാണ്, നെബുലൈസർ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള കാർഡിയാക് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് അടുത്ത നോമ്പായി കഴിയുമ്പോഴേക്കും ഇതെല്ലാം നിർത്തി അവർക്ക് നോമ്പെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഒരു 65 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളായിരിക്കും ഈ മിക്ക കാറ്റഗറിയിലും ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫിദിയ കൊടുക്കുക എന്ന് പറയും. അതായത് ഒരു ദിവസം ഒരാൾ നോമ്പെടുക്കാൻ പറ്റാത്ത ജെന്യുവിൻ ആയിട്ടുള്ള കാരണം കൊണ്ട് നോമ്പെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അങ്ങനെ 30 ദിവസത്തേക്കാണ് 30 ആൾക്കാർക്ക് ആഹാരം കൊടുത്ത്, അത് ജെന്യുവിൻ ആയിട്ട് രോഗമുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു കൺസെഷനാണത്. ഓക്കെ, ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പം സാധാരണ പുലർച്ചെ ഉണരണം, നേരത്തെ ഭക്ഷണം കഴിക്കണം, അങ്ങനെയുണ്ട്. അപ്പം ചിലര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലര് ഒരുപാട് ഭക്ഷണം കഴിക്കും, കാരണം വൈകിട്ട് വരെ നിൽക്കേണ്ടതാണ്, ഒത്തിരി ഭക്ഷണം കഴിക്കും. പക്ഷെ അത് ശരീരത്തിന് നല്ലതാണ്. ഏത് തരത്തിലായിരിക്കണം ഈ പുലർച്ചെയുള്ള ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത്? ഭക്ഷണക്രമം നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കാലറി കുറയുന്നൊന്നുമില്ല. നമ്മളൊരു ദിവസം സാധാരണ 3 നേരമാണ് ഒരു മലയാളി ആഹാരം കഴിക്കുന്നത്. രാവിലെ ഒരു 8 മണി 9 മണീൻ്റെ ഇടയിൽ ഇഡ്ഡലിയോ ദോശയോ പുട്ടോ വെള്ളയപ്പോ. ഉച്ചയ്ക്കാണെങ്കിൽ ചോറ്, മീൻകറി, അല്ലെങ്കിൽ സാമ്പാർ, പച്ചക്കറികൾ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു ആവറേജ് വീട്ടിൽ ഇതേ ചോറിൻ്റെ തന്നെ ബാക്കിയിലെ ദോശയുടെ, ഇല്ലെങ്കിൽ 2 ചപ്പാത്തി, ചിക്കൻ കറിയോ വെജിറ്റബിൾ കറിയോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ആവറേജ്. അപ്പോൾ നോമ്പ് കാലത്ത് ഇതിൽ വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. എന്താ നമ്മൾ ഈ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫുഡിനെ നമ്മൾ 8 മണിക്ക് പകരം ഒരു 4:30-5 മണി നേരത്ത് കഴിക്കുന്നു, ഒരു 3 മണിക്കൂർ അങ്ങോട്ട് നീക്കുന്നു. ഉച്ചയ്ക്ക് കഴിക്കുന്ന ആ ഫുഡിന്റെ കാലറിയെ നമ്മളൊരു 6:30 സൂര്യാസ്തമയത്തോട് അനുസരിച്ച് 6:30 മണിയിലോട്ട് ആക്കുന്നു. പിന്നെ രാത്രി കഴിക്കുന്ന ഭക്ഷണം നമ്മൾ 8 മണിക്ക് കഴിക്കുന്ന ഒരു 9 മണിക്കോ 10 മണിക്കോ കുറച്ച് നീട്ടും. അപ്പോൾ കാലറി ഇൻടേക്ക് വലിയ വ്യത്യാസം വരുന്നില്ല. ഇൻഫാക്ട് കാലറി കൂടുകയാണ് ചെയ്യുന്നത്. ഈ നോമ്പ് കാലത്ത് ഈ ഭക്ഷണം കഴിക്കുന്ന പുലർച്ചെ ആഹാരം ഒന്നും കഴിക്കാതെ നോമ്പെടുക്കുന്നത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഇസ്ലാമിക്കലി അവർ പറയുന്നത് പുലർച്ചയ്ക്ക് ആഹാരം കഴിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കഴിക്കൽ സുന്നത്താണ്. അപ്പോൾ ആഹാരം കഴിച്ചിട്ടേ പരമാവധി നോമ്പെടുക്കാൻ പാടുള്ളൂ. കഴിക്കുമ്പോൾ നമ്മൾ അധികം അസിഡിക് അല്ലാത്ത ആഹാരങ്ങൾ കഴിക്കുക. അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, കുറച്ച് പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ മുട്ട ബോയിൽ ചെയ്തിട്ട് എഗ്ഗ് കഴിക്കാം, പിന്നെ ഡേറ്റ്സ് കഴിക്കാം, മിൽക്ക് ഒരു ഗ്ലാസ് പാല് കുടിക്കാം, പിന്നെ ഒരു 3-4 ഗ്ലാസ് വെള്ളം രാവിലെ തന്നെ കുടിക്കുക. അപ്പോൾ കുറച്ച് ആദ്യത്തെ 3-4 ദിവസം ഇത്രയും വെള്ളം ഒരുമിച്ച് രാവിലെ കഴിഞ്ഞിട്ട് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതൊരു 2-3 ദിവസം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതായിട്ട് നമ്മുടെ ബോഡി അതുമായിട്ട് കോമ്പൻസേറ്റ് ആയി അഡ്ജസ്റ്റഡ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ആഹാരം കഴിച്ചാലും 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോഡി ആ ഗ്ലൂക്കോസും അതിൽ ജനറേറ്റ് ചെയ്യുന്ന എനർജിയൊക്കെ തീരും. പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള സ്റ്റോർസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിച്ചാൽ മതി. രാവിലെ 5 മണിക്കാണ് ആഹാരം കഴിച്ചതെങ്കിൽ നമ്മളൊരു 3 മണി വരെയൊക്കെ ആ ആഹാരത്തിൻ്റെ എഫക്റ്റിൽ നമുക്ക് വലിയ ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്കിയുള്ള സമയം ശരിക്കും നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. ഈ ഓട്ടോഫേജി എന്ന് പറഞ്ഞ ഒരു
പ്രക്രിയ നടക്കും. നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക ഫാറ്റ് ബേൺ ആവും, ഗ്ലൂക്കോസ് ജനറേറ്റ് ചെയ്യും. അതിൽ നമുക്ക് കുറേ ടോക്സിക് ബോഡിയിലുള്ള ടോക്സിസിറ്റി കുറേ റിലീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്യാൻസർ കോസിങ് സെൽസൊക്കെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് റിലീസ് ചെയ്യും. അപ്പോൾ ബോഡിക്ക് ഒരു നല്ല ഒരു ലാസ്റ്റ് കിട്ടുന്ന 3 to 4 hours ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. നോമ്പിൻ്റെ അവസാനത്തെ ഒരു 3-4 മണിക്കൂർ ബോഡിയിൽ കുറേ റിപ്പയറിങ് ഹീലിംഗ് പ്രോസസ്സ് നടക്കും. അതുപോലെ ഡോക്ടർ, നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഭക്ഷണക്രമം കോമൺ ആയിട്ട് കാണുന്നത്, നമുക്ക് ഈ നോമ്പുകാലം എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ഓർമ്മ വരുന്നത് എണ്ണക്കടികളുടെ ഒരു സ്മെല്ലാണ് ഓർമ്മ വരുന്നത്. ധാരാളം എണ്ണക്കടികൾ ഉണ്ടാക്കും, കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ആ വൈകിട്ടത്തെ നോമ്പ് തറയിൽ അത് ഏത് തരത്തിൽ അത് ക്രമീകരിക്കണം? അപ്പോൾ നമ്മൾ കാലറി കൗണ്ട് ചെയ്തിട്ട് കഴിക്കുക. ഈ രോഗികളുടെ കാര്യമാണ് പറയുന്നത്. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആൾക്കാർ, അതായത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയിഡും യൂറിക് ആസിഡും ഹാർട്ട് അറ്റാക്കും ലിവർ ഫെയിലിയർ കിഡ്നി പ്രോബ്ലംസ് പിന്നെ ശ്വാസം മുട്ട് ഇങ്ങനെയുള്ള രോഗങ്ങളാൽ ചികിത്സയിൽ പെട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത്. അവർ നോമ്പ് തുറക്കുന്ന സമയത്തും ഈ രോഗികൾ ഈ മരുന്നൊക്കെ എടുക്കുന്ന രോഗി തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഈ പാലിക്കേണ്ട അവരുടെ നോർമൽ ഡയറ്റിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അവർ ശ്രദ്ധിക്കണം. അപ്പോൾ അവർ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴത്തിനേക്കാൾ നല്ല കാരക്ക തിന്നുക. കാരക്കയിൽ കുറച്ചുകൂടി ഷുഗർ കുറവായിരിക്കും. ജ്യൂസ് കുടിക്കേണ്ട, വെള്ളം കുടിക്കുക. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. വാട്ടർമെലണോ പൈനാപ്പിളൊക്കെ 2-3 കഷ്ണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിയേണ്ടത് സാലഡ്സിലോട്ടാണ്. വെജിറ്റബിൾ സാലഡ്സ്, ലെറ്റ്യൂസ്, ഉള്ളി, തക്കാളി, ഇതൊക്കെ സാലഡ്സൊക്കെ അരിഞ്ഞിട്ടിട്ട് കഴിക്കുക. അപ്പോൾ പ്രഷറുള്ള ആൾക്കാരാണെങ്കിൽ അതിലധികം ഉപ്പിടരുത്. പിന്നെ എന്താ പറയുക, അധികം ഉള്ള പച്ചമുളകും കുറേ കുരുമുളകൊന്നും ഇടരുത്, കാരണം ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അപ്പോൾ വെജിറ്റബിൾസ് സാലഡ്സ് കഴിക്കുക. വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാം. പിന്നെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഓട്സ് കാച്ചിട്ട് കഴിക്കുക. ഓട്സ് ഒരു നല്ലൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ നേരം ബോഡിയിൽ നിൽക്കും. അതുപോലെ തന്നെ മധുരക്കിഴങ്ങും ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ മധുരക്കിഴങ്ങ് നല്ലതാണ് എന്ന് ഉദ്ദേശിച്ച് കുറേ കഴിക്കണം എന്നല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി മിനിമൽ ആയിരിക്കണം. പക്ഷേ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിനേക്കാളും നല്ലതാണ്. കോംപ്ലക്സ് കുറേ നേരം ബോഡിയിൽ നിൽക്കും. അപ്പോൾ നമുക്ക് അധികം ഷുഗർ ഫ്ലക്ച്വേഷൻസ് അധികം ഉണ്ടാവില്ല. പിന്നെ രാത്രി കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതൽ പത്തിരി, കോഴിക്കറി, നെയ്ച്ചോറ്, ബിരിയാണി ഇങ്ങനത്തെ ഓരോ നോമ്പ് തുറകൾ ഓരോ വീടുകളിലൊക്കെ പോവുകയും ഇതുണ്ടാവും. അപ്പം ഞാൻ കമ്പളക്കാട് ഒരു ക്ലിനിക്കിൽ പോകുന്നുണ്ട്. അവിടെ ഒരു പള്ളിയിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം നോമ്പ് തുറക്കാനിടയായി. അവിടെ എല്ലാ നോമ്പ് തുറക്കും അവർ ആവിക്കിട്ടിട്ടുള്ള കടികൾ മാത്രം, എണ്ണക്കടി പൂർണ്ണമായിട്ട് അവർ ഒഴിവാക്കി. അപ്പോൾ അവരെന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അവിടുത്തെ യുവാക്കൾ തന്നെ ആ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും, എനിക്ക് തോന്നുന്നത് ഒരു 500-1000 പേര് ഡെയിലി അവിടെ നോമ്പ് തുറക്കുന്നുണ്ട്. അത്രയും പേർക്ക് അവർ ഓയിൽ ഫ്രീ ആയിട്ടുള്ള നോമ്പ് തുറക്കാനുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന്. അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ഈ ഒരു മോഡലാണ് എല്ലാ പള്ളികളിലും ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ അത് അത്രയും കെയർഫുൾ ആയിട്ട് ഡെലിജന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ആ നാട്ടിലത്തെ ആ പള്ളിയിലത്തെ ആൾക്കാർ. അപ്പൊ അതുപോലെ എല്ലാ പള്ളികളിലും നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യണ ജനങ്ങൾക്ക് അതൊരു ഹെൽത്തി ടെൻഡൻസിയായി മാറും സൊസൈറ്റിയിൽ. മറ്റത് ഈ സമൂസയും കട്ട്ലറ്റും പിന്നെ ഉന്നക്കായും ഇതൊക്കെ ഡീപ്പ് ഫ്രൈഡ് ഓയിലിൽ കൺസ്യൂം. അപ്പോൾ ചില സ്റ്റഡീസ് പറയുന്നത് റംസാൻ മാസത്തിന് ശേഷം നോമ്പെടുത്ത ആളുകൾ 2 കിലോ കൂടുതലായി, 2 കിലോ വെയിറ്റ് കൂടി. അപ്പോ ഇത് വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ്. അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോമ്പ് കാലത്ത് നമ്മൾ ശരിക്കും 2 കിലോ കുറയാണ് വേണ്ടത് ബോഡിക്ക്. അപ്പോൾ ഫ്ലൂയിഡിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ പ്രോട്ടീൻ ബോഡിക്ക് മെയിൻറ്റെയിൻ, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ചിക്കൻ കഴിക്കണം, ഫിഷ് കഴിക്കുക, എഗ്ഗ് കഴിക്കുക, എന്താ പറയുക റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക. പക്ഷേ സാഹചര്യം 1-2 പീസൊക്കെ ആഴ്ചയിലൊരിക്കൽ ഈ നോമ്പ് കാലത്ത് കഴിച്ചു വെച്ചിട്ട് കുഴപ്പമില്ല, ബട്ട് പരമാവധി അവോയ്ഡ് ചെയ്യുക. ഈ രോഗികളും മറ്റുള്ളവരൊക്കെ ഈ നോമ്പ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ ഒരു ബയോളജിക്കൽ റിതം അതൊന്ന് റെഡിയാകാൻ എത്ര നാളെടുക്കും?
ബയോളജിക്കൽ റിതം അല്ലെങ്കിൽ സർക്കാഡിയൻ റിതം, ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവും വയറ്റിൽ നിന്ന് ശോധന ഉണ്ടാവുന്ന ഡൈജഷൻ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ബോഡിക്ക് തന്നെ ഓരോ ആൾക്കാരുടെ ബോഡിക്ക് ഓരോ ക്ലോക്ക് സെറ്റാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ദിവസം 6 മണിക്ക് എൻ്റെലാണ് നിങ്ങൾ ഫ്രഷ് ആവുക. എനിക്ക് ചിലപ്പോൾ 8 മണിക്ക് എൻ്റെൽ മാത്രമേ രാവിലെ എനിക്ക് എൻ്റെ ബോഡി അങ്ങനെ സെറ്റായി. പക്ഷെ അത് ഒരിക്കലും പെർമനന്റ് അല്ല, നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ചിലവർ രാത്രി 1 മണിക്കൊക്കെ വന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ 8 മണി 9 മണി വരെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. സ്ലീപ്പ് അവരുടെ 8 hours ആണ്, പക്ഷേ സമയം അവരുടെ ഇത്. അപ്പൊ അതിനെ ഹെൽത്തി സൈഡിലോട്ട് കൊണ്ടുവരണമെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വിതിൻ 2 to 3 hours സ്ലീപ്പ്, സൂര്യ ഉദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് 1 മണിക്കൂർ മുമ്പായിട്ട് എണീക്കുന്നതായിരിക്കും, ഇല്ലെ അതിനോട് കൂടി എണീക്കുന്നതായിരിക്കും ബോഡിക്ക് ഏറ്റവും നല്ലത്. എല്ലാ ഹോർമോൺസിലും എന്താ പറയുക, നമ്മുടെ ബോഡിയുടെ ഓവറോൾ ആക്ടിവിറ്റീസ് ഓപ്റ്റിമൈസ്ഡ് ആവുന്നത് ആ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിളിൽ ഫോളോ ചെയ്യുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു 2-3 ദിവസം ഈ നോമ്പെടുത്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡി നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ ആ ഒരു ഋതത്തിലോട്ട് റീസെറ്റ് ആവും. നമ്മുടെ ക്ലോക്ക് ബയോളജിക്കൽ ക്ലോക്ക് റീസെറ്റ് ആവും. അപ്പോൾ ഇത് റീസെറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ ആഹാരവും സെറ്റാവും. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബാക്കി 27 ദിവസമോ 28 ദിവസം കംഫർട്ടബിൾ ആയിട്ട് ആൾക്ക് നോമ്പെടുക്കാൻ പറ്റും. അതുപോലെ ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ഈ രോഗാവസ്ഥയിലുള്ളവർ നോമ്പെടുക്കുമ്പോൾ ശരിക്കും വ്യായാമം ഏത് തരത്തിലായിരിക്കും? വ്യായാമം ചെയ്യാൻ പറ്റുമോ, അതോ വ്യായാമം ചെയ്യുന്നത് നിർത്തണോ? അത് ഏത് തരത്തിലാണ്? നോമ്പ് കാലത്ത് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് നോക്കാം. ഒന്ന്, ഒരിക്കലും വ്യായാമം ചെയ്യാത്ത ആൾക്കാർ. നോമ്പ് തുടങ്ങുമ്പോൾ ഇന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ അച്ചടക്കത്തിലോട്ട് കൊണ്ടുവരാൻ പോവാണ്, ഞാൻ എക്സസൈസും ചെയ്യാൻ പോവാണ്. നോ, അവരോട് ഞാൻ പറയും ഇപ്പൊ എക്സസൈസ് ചെയ്യണം, നോമ്പ് കഴിഞ്ഞിട്ട് എക്സസൈസ് തുടങ്ങിയാൽ മതി. നമ്പർ 2 കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, കുറച്ചൊക്കെ ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവര് അങ്ങനെ ആ ഒരു ലെവലിൽ തന്നെ ചെയ്തോട്ടെ. ലൈറ്റായിട്ടുള്ള എക്സസൈസ് എന്ന് വെച്ചാൽ എന്താ, ഒരു 10 മിനിറ്റ് ത്രെഡ്മില്ലുമ്പോൾ നടക്കണു, കുറച്ച് നേരം എന്താ പറയുക ജമ്പിങ് ജാക്സോ പുഷപ്പോ അങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. അധികം കാലറി ബേൺ ആവാത്ത എന്നാൽ ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ഡെയിലി ഒരു 10-15 മിനിറ്റ് അരമണിക്കൂർ അവർ ഡെയിലി ആയിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ. 3ാമത്തെ കാറ്റഗറി ഭയങ്കര ഹെവി എന്താ പറയുക എക്സസൈസ്, ഇൻറ്റൻസ് വർക്കൗട്ട്. അവർ സുംബ ചെയ്യുന്നു, സ്വിമ്മിങ് ചെയ്യുന്നു, സൈക്ലിംഗ് ചെയ്യുന്നു, എയറോബിക്സ് ചെയ്യുന്നു, പിന്നെ പോയി വെയിറ്റ് ലിഫ്റ്റ്, അങ്ങനത്തെ ഒരു ഫിറ്റ്നസ് ഫ്രീക്സ് ഉണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, ശരിക്ക് അവർ വളരെ വി ഷുഡ് ബി വെരി അവരെ പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത്. പക്ഷെ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താനും പാടില്ല. അപ്പോൾ അവരോട് അത് കട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞാൽ മതി. അവരിപ്പോൾ ഒരു 25 കിലോ ആണ് വെയ്റ്റ്സ് എടുക്കണമെങ്കിൽ അവരോടൊരു 10-15 കിലോ അവരുടെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ സൈക്കിൾ ചെയ്യുന്ന 10 കിലോമീറ്റർ 20 കിലോമീറ്റർ സൈക്കിൾ, അതിൻ്റെ സൈക്ലിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. സ്വിമ്മിങ് എന്തായാലും നോമ്പ് എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വിമ്മിങ് നോമ്പ് കാലത്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സ്വിമ്മിങ്ങിനെ പിന്നെ നമ്മൾ എന്തായാലും ഇതിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ സൈക്ലിംഗ് കുറച്ച് ചെയ്യാം, കുറച്ച് വാക്കിംഗ് ചെയ്യാം, ജോഗിങ് ചെയ്യാം. നിങ്ങൾ 5-6 കിലോമീറ്റർ ജോഗ് ചെയ്യുന്ന ആൾക്കാർ 2 to 3 കിലോമീറ്റേഴ്സ് ചെയ്തോളൂ. പിന്നെ ആദ്യത്തെ 3-4 ദിവസം ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ബോഡി അത് ഈ നേരത്തെ പറഞ്ഞ പോലെ സർക്കാഡിയൻ റിതം സെറ്റായി എക്സസൈസും അതിൻ്റെ കൂടെ സെറ്റായി വരും. ഓക്കെ, ഇത് ശരിക്കും ഡോക്ടർ പറഞ്ഞപ്പോൾ ചോദിക്കാൻ, ദുശീലങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സമയമല്ലേ ഇത്? ദുശീലങ്ങൾ മാറ്റാൻ പറ്റിയ സമയമാണിത്. പക്ഷെ നോമ്പ് 1ന്റെ അന്ന് പോയിട്ട് ദുശീലങ്ങൾ മാറ്റാൻ നോക്കരുത്. കാരണം ദുശീലങ്ങൾ മാറ്റണമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്ത്, ഇപ്പോൾ സ്മോക്കിംഗ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, അങ്ങനെ ആണെങ്കിൽ അതിന് മുന്നേ ഡി അഡിക്ഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് സൈക്യാട്രിസ്റ്റുമായി കൺസൾട്ട് ചെയ്ത് ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യണം. ആദ്യമേ കൗൺസിലിംഗ്, അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മെഡിക്കേഷൻസ് ഒക്കെ തുടങ്ങി നോമ്പ് വരുമ്പോഴാവുമ്പോഴേക്കും അവർക്ക് അതിന് ബോഡി സെറ്റായി വരും. കാരണം ഇതിന് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും പലർക്കും. അപ്പോൾ ഈ നോമ്പ് കാലത്ത് പെട്ടെന്ന് ആൽക്കഹോളൊക്കെ നിർത്തി ഇത് ആകെ അവർ ഡിസോർഡർ ആവും. അപ്പം അതുകൊണ്ട് നേരത്തെ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നോമ്പുകാലം കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം സമയം, കാരണം ഇവരെ ചിലപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും, ചിലപ്പോൾ ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും. അപ്പം അങ്ങനെ ഓരോ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഇവരെ നോമ്പ് മുറിയും. മാത്രമല്ല മറ്റുള്ള കൂടെയുള്ള ആൾക്കാർക്കും കൂടിയും ബുദ്ധിമുട്ടാവും. കാരണം ഇയാളെയും കൊണ്ട് ആശുപത്രി പോക്കും വരവും. അപ്പോൾ ഡി അഡിക്ഷൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ കുറച്ച് നേരത്തെ ചെയ്യുക,
ഇല്ലെങ്കിൽ നോമ്പ് കാലത്തിന് ശേഷം ചെയ്യാം. ഇപ്പം ഈ രോഗികളായ ആളുകൾ വ്രതമെടുക്കുന്ന അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കോമൺ ആയിട്ട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? കോമൺ ആയിട്ട് കൊടുക്കാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രോഗികൾക്കും ഈ നോമ്പെടുക്കുന്ന കാലത്ത് ഒന്നും സംഭവിക്കില്ല, ഞാൻ നോമ്പെടുക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നോമ്പെടുക്കുകയാണ്. അത് ശരിക്കും വലിയ അബദ്ധമാണ്. നിങ്ങൾ നോമ്പെടുക്കണേക്കാളും മുമ്പ് രോഗികളുടെ, അല്ലാത്ത ആൾക്കാരല്ല, ചെക്കപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. പിന്നെ എടുക്കാൻ തുടങ്ങുമ്പോൾ ക്ഷീണം, ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. നോമ്പ് മുറിക്കാൻ യാതൊരു മടിയും കാണിക്കുക. പിന്നെ നോറ്റ് വീട്ടുക എന്ത് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ക്ഷീണം തുടങ്ങി, ബുദ്ധിമുട്ട് തുടങ്ങിയാൽ അപ്പം തന്നെ നോമ്പ് തുറക്കുക, ബ്രേക്ക് ദ ഫാസ്റ്റ്. പിന്നെ ഈ ബ്ലഡ് ടെസ്റ്റ്, നോമ്പ് എടുക്കുന്ന സമയത്ത് ബ്ലഡ് കുത്തി ടെസ്റ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നോമ്പ് മുറിയത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റിക് ആണെങ്കിൽ, ഇടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. ഈ വ്രതാനുഷ്ഠാനം തുടങ്ങുന്നതിന് മുൻപ് ഇത്ര നല്ല വിവരങ്ങൾ മലനാട് ചാനലിലെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഡോക്ടറിന്റെ എല്ലാ നന്ദിയും സ്നേഹവും ഡോക്ടർ അറിയിക്കുന്നു. ഡോക്ടറിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.